holiest one. അവന് അതിപരിശുദ്ധനാണ്. He is the glorious one. അവന് ഏറ്റവും പരിശുദ്ധനാണ്, മഹത്വകാരിയാണ്. The total temple is filled with his glory. ദേവാലയം മുഴുവനും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. His voice is tremendous. അവന്റെ ശബ്ദം വളരെ പ്രസക്തമാണ്. Even doorposts were shaking because of his voice. തന്റെ ശബ്ദം കൊണ്ട് ഉമ്മരപ്പടികൾ ഉലയുവാനിടയായി. When he comprehended all these things, he was comforted enough. ഈ കാര്യങ്ങളൊക്കെ താൻ സംഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ആശ്വാസം കണ്ടെത്തുവാൻ. He is not worried about the critical condition now. ആയതിനാൽ താൻ അനുഭവിക്കുന്ന ദുർഘട സമയത്തെ കുറിച്ച് തനിക്ക് ഖേദമില്ല. This is the result of comprehension. ഇത് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനമാണ്. This is the comfort through the vision. ഈ തനിക്ക് ലഭിച്ച ദർശനത്തിൽ മുഖാന്തരം ഉള്ള ആശ്വാസം. Every day we can have the vision through the word of God. എല്ലാ ദിവസവും നമുക്ക് ഇതുപോലുള്ള ദർശനങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് This കഴിയും. morning I want to remind you the importance of the word of God. ഇന്ന് രാവിലെ ദൈവവചനത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിക്കട്ടെ. How to experience this word of God in our lives. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇത് അന്വർത്ഥമാക്കുവാനായിട്ട് കഴിയും? There are importantly 7 principles to fill our hearts with the word of God. ദൈവവചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാനായിട്ട് 7 തത്വങ്ങളുണ്ട്. The first principle is ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് hearing the word of God. ദൈവവചനം ശ്രവിക്കുക. Proverbs 8:34. സദൃശവാക്യം 8:34 വാക്യം. Every day hearing the word of God can help us to see God, understand God and comfort with the word of God. ദൈനംദിനം ദൈവവചനം ശ്രവിക്കുന്നതിനാൽ ദൈവത്തെ അറിയുവാനും മനസ്സിലാക്കുവാനും തന്നിൽ നിന്ന് തന്റെ. Number 2, reading the word of God. രണ്ടാമത് ദൈവവചനം വായിക്കുക. Isaiah 34:16. യെശയ്യാ 34:16. 34:16. വാക്യം. Every day reading the word of God. എല്ലാ ദിവസവും ദൈവവചനം വായിക്കുക. Are we reading the word of God? നാം ദൈവവചനം പാരായണം ചെയ്യുന്നുണ്ടോ? Are we reading the word of God thoroughly? നാം നന്നായി ദൈവവചനം പാരായണം ചെയ്യുന്നുണ്ടോ? Are we reading? നാം ചെയ്യുന്നുണ്ടോ? Brother Bhagat Singh used to ask the people in the morning, whoever comes up to him, have you read the Bible today? സഹോദരൻ ഭക്ത സിംഗ് രാവിലെ കടന്നു വരുന്നവരോട് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ ദൈവവചനം വായിച്ചുവോ? He never asked the people, how are you? നിങ്ങൾ ഒരിക്കലും ആരോടും സുഖമായിരിക്കുന്നു എന്നൊന്നും ചോദിക്കാറില്ല. He used to ask, have you read the Bible today? താൻ എന്നാൽ മറിച്ച് ചോദിക്കാറുള്ളത്, ഇന്ന് രാവിലെ നിങ്ങൾ വേദപുസ്തകം വായിച്ചോ? If the answer is yes, അതിന് ഉത്തരം ഉവ്വ് ആണെങ്കിൽ he used to ask second question, have you prayed today? അടുത്ത ചോദ്യം താൻ ചോദിക്കുന്നത്, ഇന്ന് പ്രാർത്ഥിച്ചോ? After that he used to understand that whether you are fine or not. അപ്പോ അതിന് ഉത്തരം ലഭിച്ചു കഴിയുമ്പോൾ സുഖമായിരിക്കുന്നു എന്നുള്ളത് You മനസ്സിലാവും. have to ask every believer, have you read the Bible today? നിങ്ങൾ ഓരോ വിശ്വാസിയോട് ചോദിക്കുക, ഇന്ന് വേദപുസ്തകം വായിച്ചോ? Instead of asking, how are you? നിങ്ങൾക്ക് സുഖമാണോ ഇരിക്കുന്നോ എന്നുള്ളത് ചോദിക്കുന്നതിന് പകരം, If you have read the word of God today, you are well, you are fine, you are good. ഇന്ന് വേദപുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കുന്നു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. But the problem with us is we don't have time. എന്നാൽ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് സമയമില്ല. But the Bible says take time. എന്നാൽ ദൈവവചനം പറയുന്നത് സമയം നാം കണ്ടെത്തുക. Number 1, hearing the word of God. ഒന്നാമത് ദൈവവചനം ശ്രവിക്കുക. Number 2, reading the word of God. രണ്ടാമത് ദൈവവചന പാരായണം. Number 3, memorizing the word of God. മൂന്നാമത് ദൈവവചനം മനഃപ്പാഠമാക്കുക. Proverbs 3:6. സദൃശവാക്യം 3:6 വാക്യം. Proverbs 7:3 also. 7:3 വാക്യത്തിലുമുണ്ട്. Write the word of God on the tablet of your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ ദൈവവചനം എഴുതുക. That means memorize the word. അതിന്റെ അർത്ഥം നിങ്ങളുടെ മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ്. Now there is a challenge before us. നമ്മുടെ മുൻപാകെ ഇതൊരു വെല്ലുവിളിയായിട്ടിരിക്കുന്നു. How many verses do we know? How many verses did we memorize? നാം എത്ര വാക്യങ്ങൾ നമുക്കറിയാം, എത്ര മനഃപ്പാഠമാക്കിയിട്ടുണ്ട്? Many a time you ask the small children, Sunday school children, to learn the word by heart. പലപ്പോഴും സൺഡേ സ്കൂൾ പഠിക്കുന്ന കുട്ടികളോട് ദൈവവചനം മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. But the Bible says not only small children but also we should learn the word of God by heart. ദൈവവചനത്തിൽ പറയുന്നത് കുഞ്ഞുങ്ങളെന്ന് മാത്രമല്ല, ബാക്കിയുള്ളവർ എല്ലാവരും ദൈവവചനം മനഃപ്പാഠമാക്കണം. Number 4, നാലാമത്തെ, meditating the word. ദൈവവചനം ധ്യാനിക്കുക. Psalm 1:2.
ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ Day and night meditate upon the word of God. രാവിലെയും വൈകിട്ടും ദൈവവചനം ധ്യാനിക്കുക. That is wonderful. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. Fifth one. അഞ്ചാമത്തെ കാര്യം, Write the word in your book. ദൈവവചനം നിങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതി വെക്കുക. Jeremiah chapter 30 verse 3. യെരമ്യാ പ്രവചനം 30:3 വാക്യം. There the Lord of hosts is asking Jeremiah to write the word in the book. അവിടെ സൈന്യങ്ങളുടെ യഹോവ യെരമ്യാവിനോട് പറയുന്നത് നിന്റെ ദൈവവചനം പുസ്തകങ്ങളിൽ എഴുതി വെക്കുക. Here in this meeting some people are writing the sermon outlines on a sheet of paper. ഇവിടെ ഇന്ന് ഈ മീറ്റിംഗിൽ ചിലര് ഇതിന്റെ ഔട്ട്ലൈന് ഒരു പേപ്പർ കടലാസിൽ എഴുതി വെക്കുന്നുണ്ടാകാം. That's a good habit to learn the word of God more. ദൈവവചനം കൂടുതൽ പഠിക്കുന്നതിന് ഉള്ള ഒരു നല്ല പ്രവണതയാണ്. Number 1, hearing the word of God. ദൈവവചനം ശ്രവിക്കുന്ന കാര്യം. Number 2, reading. വായിക്കുന്ന കാര്യം. Number 3, memorizing. അത് ഓർമ്മയിൽ വെക്കുന്ന Number കാര്യം. 4, meditating. നാലാമത് അത് ധ്യാനിക്കുന്ന Number കാര്യം. 5, writing. അഞ്ചാമത് ഇത് എഴുതി വെക്കുക. Number 6, ആറാമത്തെ കാര്യം keeping the word of God. ദൈവവചനം സൂക്ഷിക്കുക. Revelation 22:7. വെളിപാട് പുസ്തകം 22:7. Blessed are those who hear and keep the word of God. ദൈവവചനം കേൾക്കുകയും അത് ശ്രവിക്കുകയും അത് മനസ്സിൽ കരുതിക്കൊള്ളുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. 7th one, teach the word of God. ഏഴാമത്തെ കാര്യം ദൈവവചനം പഠിപ്പിക്കുക. Ezra 7:10. എസ്ര 7:10 വാക്യം. Ezra determined to study the word of God and teach the word of God. എസ്ര ദൈവവചനം പഠിക്കുവാനും അത് മറ്റൊരെ പഠിപ്പിക്കുവാനും തീരുമാനമെടുത്തു. In these 7 things, where are we? ഈ 7 മേഖലകളിൽ നാം എവിടെയാണ്? How many are in our lives? അതിൽ എത്ര കാര്യം നാം പ്രാവർത്തികമാക്കുന്നു? Think of this. അതിനെക്കുറിച്ച് So ചിന്തിക്കുക. number 1, critical condition. ഒന്നാമത്തേത് വളരെ ദുർഘടം വൈഷമ്യം നിറഞ്ഞ ഒരു അവസ്ഥ. Number 2, comprehension. രണ്ടാമത് കാര്യങ്ങൾ ഉള്ള നിലയിൽ മനസ്സിലാക്കുക. Number 3, confession. മൂന്നാമത് ഏറ്റുപറയുക. In the verse 5, 6, we can see confession of Isaiah before the Lord. ഇവിടെ 6-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ യെശയ്യാവ് ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറയുന്നതായി കാണുന്നു. Real comprehension convicted Isaiah to confess his sin before the Lord. ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവനെ ബോധവാനാക്കി, അവന്റെ കുറ്റങ്ങൾ ബോധവാനാക്കി ദൈവസന്നിധിയിൽ അവനെ ഏറ്റുപറഞ്ഞു. Real comprehension brought him to real confession. യഥാർത്ഥമായിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥമായി മനസ്സിലാക്കിയതുകൊണ്ട് What is the confession in the 5th verse? താൻ ഏറ്റുപറയുന്നത് എന്താണ്? 5ാമത്തെ വാക്യത്തിൽ I have unclean lips. താൻ പറയുകയാണ്, എനിക്ക് ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള I am living among the unclean people. ഞാൻ അശുദ്ധിയുള്ള ജനങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നു. I am undone. എനിക്ക് അയ്യോ കഷ്ടം. I am perished. ഞാൻ നശിച്ചു. Before you I am nothing. നിന്റെ മുൻപാകെ ഞാൻ ഏതുമില്ല. That is the humility, that is the confession Isaiah experienced. യെശയ്യാവ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച താഴ്മ അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ ഇതാണ്. My dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, the closer we come to the word of God, the humbler we shall become. നാം ദൈവവചനത്തോട് കൂടുതൽ അടുക്കും തോറും നാം കൂടുതൽ വിനയമുള്ളവരായിത്തീരും. The closer we come to the Lord, നാം കർത്താവിനോട് കൂടുതൽ അടുക്കും തോറും the clearer our conscience will be. നമ്മളുടെ മനസാക്ഷി കൂടുതൽ അത് വ്യക്തമായിരിക്കും. It has led him to the level of conviction and confession before the Lord. അത് തന്റെ ദൈവം മുൻപാകെ താൻ ബോധവാനാകുന്നതിനും ഏറ്റുപറയുന്നതിനും തനിക്ക് ഇടയായി തീർന്നു. We know one word pretty well. What is that? Proverbs 28:18. സദൃശവാക്യം 28:18 വാക്യം നമുക്ക് അറിയാം. Proverbs 28:13. സദൃശവാക്യം 28:18 He who വാക്യം. hides his trespasses will not prosper, but he who confesses and renunciates will experience God's compassion. 28:13. This is what God wants from us. നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇതാണ്. Do we have real conviction with regard to our unholy life? നമ്മളുടെ അശുദ്ധ ജീവിതത്തെ കുറിച്ച് നമുക്ക് ശരിയായിരിക്കുന്ന ബോധമുണ്ടോ? In our day-to-day life, in our whole life,
we know that there are some sins. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചില പാപങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. Hidden sins are there. രഹസ്യ പാപങ്ങളുണ്ട്. Known sins are there. വെളിപ്പെട്ട് വന്നിരിക്കുന്ന പാപങ്ങളുണ്ട്. But they are not convinced. എന്നാൽ നാം അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ടില്ല. Through the voice of God, through the word of God, you can come to the knowledge of conviction and confession. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവശബ്ദം കേട്ട് നാം പൂർണ്ണ ബോധമുള്ളവരായി തീരുവാനായിട്ട് കഴിയും. If you are far from the word of God, if you are neglecting reading the word of God, it is very much clear that you cannot have that conviction in your life. എന്നാൽ നിങ്ങൾ ദൈവവചനം പാരായണത്തിൽ നിന്ന് വളരെ ദൂരത്തിലായി ദൈവത്തോട് അകന്ന് ജീവിക്കുന്നു എങ്കിൽ ശരിയായിരിക്കുന്ന കുറ്റബോധം ഉണ്ടാകുവാൻ സാധ്യതയില്ല. In the book of Revelation, വെളിപാട് പുസ്തകത്തിൽ chapter 2, chapter 3, we see 7 churches. 2-3 അധ്യായങ്ങളിൽ 7 സഭകളെ കുറിച്ച് നാം വായിക്കുന്നു. In 5 churches, the Lord God is speaking with the people of those church. You repent of your weaknesses. 5 സഭകളോട് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നത് അവരുടെ പാപത്തെ കുറിച്ച് നിങ്ങൾ ഏറ്റുപറയുവാൻ ആവശ്യപ്പെടുന്നു. In our Christian life, repentance is very, very important. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുതാപം അത്യന്താപേക്ഷിതമാണ്. That means confessing our weaknesses and renunciating those weaknesses in our day-to-day life. നമ്മുടെ അതിന്റെ അർത്ഥം നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ള ബലഹീനതകളെ മനസ്സിലാക്കി ഏറ്റുപറയുക. In the book of Revelation chapter 2, വെളിപാട് പുസ്തകം 2-ാം അധ്യായം 5th verse, 5-ാം വാക്യം, God is talking to the church at Ephesus. You repent and do the first things. എഫെസസ് ഉള്ള സഭയെ ഇങ്ങനെയാണ് ഉദ്ബോധിക്കുന്നത്: നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. The first church, this Ephesus church of Ephesus has lost its first love. എഫെസോസ് സഭയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യ സ്നേഹം നഷ്ടമാക്കി. The Lord is asking these people to repent of your sin, that is, you have lost your first love. അവിടെയുള്ള ജനത്തോട് കർത്താവ് ആവശ്യപ്പെടുന്നത് അവരുടെ പാപത്തെ കുറിച്ച് അനുതപിക്കുക, അവരെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളത്. In the same 2nd chapter, verse 15 we see, 16 also we see, you repent. 2-ാമത്തെ അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ അവിടെ വീണ്ടും ആവർത്തിച്ചാണ്, ആകയാൽ മാനസാന്തരപ്പെടുക. You repent of your heresy. Heresy means false teaching. നിങ്ങളുടെ തെറ്റായ ഉപദേശ പഠിപ്പിക്കൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക. In the same chapter, that is 2nd chapter, verse 21. 2-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, I have given you time to repent of your sin. നിങ്ങളുടെ പാപത്തെ കുറിച്ച് അനുതപിക്കുവാനുള്ള സമയം അല്ലെ അവസരം ഞാൻ നിങ്ങൾക്ക് തന്നു. Chapter 3, verse 3. 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, You repent. നീ മാനസാന്തരപ്പെടുക. Chapter 3, 3-ാം അധ്യായം verse 19. 19-ാമത്തെ With വാക്യം, all earnestness you repent. നീ എല്ലാ ഉത്സാഹവും കാണിച്ച് നീ മാനസാന്തരപ്പെടുക. So Christian life, in Christian life it is very, very important to confess the weaknesses, the follies, the hidden sins and renunciate in our life. ക്രിസ്തീയ ജീവിതത്തിൽ നാം നമ്മുടെ മറഞ്ഞു കിടക്കുന്ന എല്ലാ പാപങ്ങളും നമ്മളുടെ കപടഭക്തിയും ഒക്കെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. So first one, critical condition. ഒന്നാമത് നാം ചിന്തിച്ചത് വളരെ വൈഷമ്യം നിറഞ്ഞ ഒരു. Second one, comprehension. രണ്ടാമത്തെ കാര്യങ്ങൾ ഉള്ള നിലയിൽ മനസ്സിലാക്കുക. Third one, conviction and confession. മൂന്നാമത് കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരായി അത് ഏറ്റുപറയുക. This morning let me ask you, ഞാൻ ഇന്ന് രാവിലെ ചോദിക്കട്ടെ, is God talking to you with regard to any sin that you are bringing up in your life? നിങ്ങളുടെ ജീവിതത്തിൽ പൊന്തി വരുന്ന ഏതെങ്കിലും പാപത്തെക്കുറിച്ച് ദൈവം നിങ്ങളെ ബോധവാന്മാരാക്കുന്നുണ്ടോ? If you hide, you shall not flourish. നിങ്ങൾ മറച്ചു വയ്ക്കുന്നെങ്കിൽ ശുഭമുണ്ടാകില്ല. But if you confess and renunciate, you shall enjoy God's compassion in your life. മറിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം. Enjoy delight in the Lord. കർത്താവിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും. That is third one. അതാണ് മൂന്നാമത്തെ. Fourth one, cleansing. നാലാമത് നിങ്ങൾ കഴുകൽ പ്രാപിക്കുക. Isaiah chapter 6. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം verse 6, verse 7. 6-7 വാക്യങ്ങൾ. In these two verses, ഈ 2 വാക്യങ്ങളിൽ Isaiah was cleansed. യെശയ്യാവ് കഴുകൽ പ്രാപിച്ചവനായി തീർന്നു. One of the seraphims came
അവിടെ സറാഫുകൾ മുഴുവൻ with fire and touched the lips of Isaiah, and Isaiah has been cleansed. His iniquity has gone away. സറാഫുകൾ ഒരുത്തൻ ഒരു തീക്കനൽ കൊണ്ട് വന്ന് പിടിച്ചു, അതിൽ ആയതിനാൽ അതിനെ തൊട്ടതുകൊണ്ട് താൻ This is cleansing experience. Cleansing experience. ഇതാണ് കഴുകൽ പ്രാപിക്കുന്നതിന്റെ അനുഭവം. Christian life ക്രിസ്തീയ ജീവിതം should be full of holiness. വളരെ പരിശുദ്ധി നിറഞ്ഞതായിരിക്കണം. The Lord is holy. ദൈവം വിശുദ്ധനാണ്. He is demanding us to be holy in all aspects of our life. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നാം വിശുദ്ധരായിരിക്കണമെന്ന് ആവശ്യപ്പെടും. If you want be used by the Lord, the basic qualification, eligibility is holiness in our life. ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായിരിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. In our life there are three important factors which can cleanse us. നമ്മെ വിശുദ്ധീകരിക്കുവാൻ അല്ലെ നമുക്ക് കഴുകൽ പ്രാപിക്കുവാനായി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. The first factor is blood of Christ. ഒന്ന് ക്രിസ്തുവിന്റെ രക്തം. John chapter 1 verse chapter 1 first John first chapter verse 7, the blood of Christ can cleanse every sin. 1 യോഹന്നാൻ 1:7 നാം വായിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ So ശുദ്ധീകരിക്കും. let's come to the feet of the Lord, to the cross of the Lord, and be cleansed and be holy. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് ക്രൂശിലേക്ക് മടങ്ങി വന്ന് ശുദ്ധി പ്രാപിക്കാം. Is there any sin which is not brought to the foot of the cross of the Lord Jesus Christ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ക്രൂശിലേക്ക് കൊണ്ടുവരാത്ത ഏതെങ്കിലും പാപം നമ്മുടെ ജീവിതത്തിലുണ്ടോ? Let's come to the blood of Christ. ക്രിസ്തുവിന്റെ രക്തത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let's be cleansed. നമുക്ക് കഴുകൽ പ്രാപിക്കാം. Let's be holy. നമുക്ക് വിശുദ്ധരായി തീരാം. Let's be sanctified. നമുക്ക് വിശുദ്ധിയുള്ളവരാകാം. The first factor is the blood of Christ. ഒന്നാമത്തെ അതിനുള്ള മാധ്യമം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രക്തം. Second factor is the word of God. രണ്ടാമത്തേത് മാധ്യമം ക്രിസ്തുവിന്റെ വചനം. Ephesians chapter 5 എഫേസ്യ ലേഖനം 5-ാം അധ്യായം verse 27. 27-ാമത്തെ വാക്യം. The word of God can cleanse us and make us holy. For that sake the Lord Jesus Christ has submitted himself unto us. കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മെ കറയും ചുളുക്കുമില്ലാത്തവരായി The more cleansing happens. കൂടുതൽ നമുക്ക് വചനം ലഭിക്കും തോറും കൂടുതൽ കഴുകൽ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നു. Psalm 119 says, chapter 119 and verse 9 and 11. 119 സങ്കീർത്തനത്തിന്റെ 9-ഉം 11-ഉം വാക്യങ്ങളിൽ പറയുന്നത്, how can we be cleansed? ഞാൻ എങ്ങനെ കഴുകൽ പ്രാപിക്കുവാനായിട്ട് Through the word of God. ശുദ്ധിയുള്ളവരായി ദൈവവചനം മുഖാന്തരം. The more we hear the word, കൂടുതൽ വചനം ശ്രവിക്കും തോറും, the more we submit unto the word, കൂടുതൽ നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു our കൊടുക്കുന്നു. behavior will be cleansed. നമ്മളുടെ ഇടപാടുകൾ അതൊക്കെ Our vessels will be clean, നമ്മളുടെ പാത്രങ്ങൾ ശുചിയുള്ളവരായിരിക്കും, washed, കഴുകൽ പ്രാപിച്ചതായിരിക്കും. so that the master may use us. അങ്ങനെ ആയിരിക്കുന്നതിനാൽ യജമാനൻ നമ്മെ ഉപയോഗിക്കുവാനിടയായി. That is the second factor. അതാണ് രണ്ടാമത്തെ മാധ്യമം. Third factor is the Spirit of God. മൂന്നാമത്തെ മാധ്യമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ്. 1 Corinthians chapter 6 1 കൊരിന്ത്യർ 6-ാം അധ്യായം verse 11. 11-ാമത്തെ വാക്യം. There it is said, അവിടെ പറയുന്നത്, we have become holy and righteous through the Spirit of God in the name of Christ Jesus. 1 കൊരിന്ത്യർ 6:11 പറയുന്നത്, നിങ്ങളും ചിലർ ഈ ഓക്കാരെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. Now I am concluding the message. ഞാൻ ഇവിടെ എന്റെ സന്ദേശം സമാപിപ്പിക്കുകയാണ്. In this sermon the Lord Christ through his Spirit convincing us to be holy in our life. ഈ സന്ദേശത്തിന് മുഖാന്തരമായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് നാം വിശുദ്ധിയുള്ളവരായി തീരുക എന്നുള്ളതാണ്. The more we surrender unto the Spirit of God, നാം കൂടുതൽ ദൈവാത്മാവിനെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കും തോറും, the more the Spirit of God will cleanse us. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർക്കും. That is one experience, to be used by God Almighty in his service. തന്റെ സേവനത്തിൽ നമ്മെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ദൈവം സർവ്വവല്ലഭനായിരിക്കുന്ന ദൈവം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. For good preparation for service of God, ദൈവ സേവനത്തിന്റെ നല്ല ഒരുക്കത്തിനായി
Don't see the critical condition that is around you. നിങ്ങളുടെ ചുറ്റുപാടും ഉള്ള വൈഷമ്യം നിറഞ്ഞ അനുഭവത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക. Because the Lord God is above all the critical situations. കാരണം യഹോവയായ ദൈവം ഏത് സാഹചര്യത്തിലും അതീവനാണ്. Let's have that comprehension about God. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായിരിക്കുന്ന ബോധം ഉള്ളവരായിരിക്കാം നമുക്ക്. If we have that comprehension in our day-to-day life, അങ്ങനെയുള്ള ധാരണ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉണ്ടെങ്കിൽ we come to the level of confession. നാം ഏറ്റുപറയുന്ന അവസ്ഥയിലേക്ക് വരും. We humble ourselves. നമ്മെ തന്നെ വിനയപ്പെടുത്തും. We know our weaknesses. നമ്മളുടെ ബലഹീനത We know our follies. നമ്മളുടെ തെറ്റുകൾ അറിയും. We rely upon God. നാം ദൈവത്തിൽ ആശ്രയിക്കും. We confess our weaknesses. നമ്മളുടെ ബലഹീനതകൾ നാം ഏറ്റുപറയും. We can experience the compassion of Christ in our life. നാം ക്രിസ്തുവിലുള്ള ആ അനുതാപം ഏറ്റുപറച്ചിൽ അനുഭവിക്കാനായിട്ട് കഴിയും. That will lead us to cleansing experience. അങ്ങനെ ചെയ്യുന്നതിനാൽ നാം കഴുകൽ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് The വരുന്നു. master wants cleansed vessels to be used. യജമാനൻ തന്റെ ഉപയോഗത്തിനായി കഴുകി ശുദ്ധീകരിക്കപ്പെട്ട പാത്രങ്ങളാണ് This ഉപയോഗിക്കുന്നത്. is the fourth step. അതാണ് ഈ നാലാമത്തെ പടി. 5th, 6th and 7th we will study in the second session. 5, 6, 7 പടികൾ അതിനെക്കുറിച്ച് നാം പിന്നീട് These three ചിന്തിക്കാം. are also very, very important for our preparation. നമ്മുടെ ഒരുക്കത്തിനായി ഈ 3 കാര്യങ്ങളും വളരെ അത്യന്താപേക്ഷിതമാണ്. That is calling, commitment and commission. അതായത് വിളിയും സമർപ്പണവും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും. Let's pray. നമുക്ക് Our പ്രാർത്ഥിക്കാം. gracious Heavenly Father, we thank you for this morning. Thank you for the time of breaking the bread. Thank you for the time of singing. Thank you for the time of fellowship. Thank you for the time of meditating upon thy word, O God. This morning you are very much interested in us. You want to use us, our lives in thy vineyard, O God. We don't know how to prepare ourselves, but thy word is very much clear how to prepare our lives. Help us, O Lord, in our critical conditions. Help us to see you who are above all, who you are on the highest throne, O God. Help us to comprehend more about you. Help us to confess. Help us to have cleansing experience in our life, O God. Once again, we submit ourselves into thy mighty hands. We ask all these things in the holy and highly exalted name of our Savior, Lord Jesus Christ. Amen. Thank you. Here are some books ready for you. Here in this book, there are 50 sermons, outlines. You can have it free. If you want to give anything as if you want to buy, you can buy it, but I want to give it free. If you want to give anything you can give, that can be used for the glory of God, for the work of God. Thank you very much. These copies are available with our brother-in-law, Theodore.